നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അയോധ്യയിലെ ബാബരി പള്ളി പൊളിച്ചിട്ട ശേഷം ഹിന്ദുത്വ തീവ്രവാദികൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമാണ് കാശി മഥുര ബാക്കി ഹേ എന്നത്. കാശിയിലെ ഗ്യാൻ വാപി പള്ളി തങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും അത് തിരികെ വേണമെന്നും അവിടെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദുത്വർ രംഗത്ത് വന്നത്. ഇന്ന് അത് സാധ്യമായിരിക്കുന്നു. ഒരു പ്രാദേശിക കോടതി അവിടെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താം മുസ്ലിം പള്ളിയിൽ എന്ന വിചിത്രവും കൗതുകകരവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വിധി പ്രസ്താവിച്ചു. 9 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ആദ്യത്തെ പ്രാർത്ഥനാ നടപടികളുമായി ആളുകൾ അവിടെ എത്തുകയും ചെയ്തു. ഗ്യാൻ വാപി മസ്ജിദിലേക്കുള്ള ചൂണ്ടുപലകയിൽ ഗ്യാൻ വാപി മസ്ജിദ് എന്നതിന് പകരം ഗ്യാൻ വാപി ക്ഷേത്രം എന്ന് മാറ്റിയിരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ. പോലീസ് അത് പഴയപടിയാക്കാൻ മെനക്കെടുന്നുമില്ല. ബാബരി മസ്ജിദ് പൊളിക്കാനെടുത്ത സമയം സുദീർഘമായ ഒരു സമയമാണ്. ആ വഴിയിൽ ചോര വീണ് കിടപ്പുണ്ട്. അതിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ വലിയ കഥകൾ ഉണ്ട്. പക്ഷേ ഗ്യാൻ വാപിയുടെ കാര്യത്തിൽ അത്തരം സംഭവബഹുലമായ ഒരു ചരിത്രം ഇല്ല എന്ന് കാണാം. അതിവേഗത്തിൽ പള്ളി പിടിച്ചടക്കുക എന്നത് സാധ്യമാക്കിയിരിക്കുന്നു ഹിന്ദുത്വർ. ബാബരി പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി സർക്കാരിൻ്റെ രാഷ്ട്രീയ നേട്ടമായി, രാജ്യത്തിൻ്റെ നേട്ടമായി അവതരിപ്പിക്കുന്നു പുതിയ ഭരണകൂടം. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാമൂഹ്യ കാലാവസ്ഥയിൽ ഇനി ഏതു പള്ളിയും പിടിച്ചെടുക്കുകയും പകരം അവിടെ ഇഷ്ടമുള്ള സ്ട്രക്ചർ കെട്ടിപ്പടുക്കുക എന്നതും വളരെ വളരെ ഈസി ആയിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ. ഇപ്പോൾ എല്ലാവരും അതിനോട് താതാത്മ്യപ്പെടുകയാണോ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതിന് അരുനിന്നു കൊടുക്കുകയാണോ? എത്ര അപകടകരമായ സ്ഥിതിവിശേഷത്തെ അഭിമുഖീകരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ മതനിരപേക്ഷ ബഹുസ്വരത. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ എ സമ്പത്ത് CPIM-ൽ നിന്ന്, ശ്രീ പ്രിന്റു മഹാദേവ് BJP-യിൽ നിന്ന്, ശ്രീ വാഹിദ് ചുള്ളിപ്പാറ SIO സംസ്ഥാന സെക്രട്ടറി, രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ എ സമ്പത്ത്, നോക്കൂ, ഇത് ഒരു മസ്ജിദാണ്. ഇപ്പോഴും അത് മസ്ജിദ് അല്ല, പകരം ക്ഷേത്രമാണെന്നൊരു കോടതിയും ഉത്തരവിട്ടിട്ടില്ല. അത് ക്ഷേത്രം തകർത്തുണ്ടാക്കിയ മസ്ജിദാണെന്നും അത് പുനഃസ്ഥാപിക്കണമെന്നും ഏതെങ്കിലും നിയമപരമായ തീർപ്പിൽ ആരും എത്തിയിട്ടുമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ മസ്ജിദിൻ്റെ സ്വഭാവം മാറ്റുക എന്ന ദൗത്യം ഏതാണ്ട് വിജയിച്ച കഴിഞ്ഞ മട്ടാണ്. കാരണം ഞങ്ങൾക്കും ആരാധനയ്ക്ക് അവകാശമുണ്ട് എന്നുള്ള ആ ഒരു പ്രേരണയെ അംഗീകരിച്ചിരിക്കുന്നു കോടതി. അവിടെ ആരാധന തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ നിശബ്ദമായി കണ്ടു നിൽക്കുകയാണോ നമ്മുടെ രാജ്യം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാം ഇന്ന് ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിലെ പകലുകളും രാത്രികളുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ത്യയുടെ ഭരണഘടനാ സത്ത പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്, അടി മുതൽ മുടി വരെ. അപ്പോൾ അത് CPIM നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. നോക്കൂ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത് പടിവാതിൽക്കലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഒരു പക്ഷേ ദിവസങ്ങൾ മാത്രമായിരിക്കും ബാക്കി. 2014 ഈ മുസഫർ നഗറിലൊരു കലാപം ഉണ്ടായി, ഉത്തർപ്രദേശിലാണ്. ആ കലാപം ബോധപൂർവം ഉണ്ടാക്കിയതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിറവി മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഏതാണ്ട് എല്ലാ വർഗീയ കലാപങ്ങളുടെ പിന്നിലും RSS ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വർഗീയ കലാപവും പെട്ടെന്ന് പൊടുന്നനെ അങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന ഒന്നുമല്ല, കാട്ടുതീ പോലെ എവിടെ നിന്നെങ്കിലും യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല. അതെല്ലാം തന്നെ ആസൂത്രിതമായിട്ടാണ്. അതിൻ്റെ പിന്നിൽ വളരെ ദിവസങ്ങളോളമുള്ള അതിൻ്റെ ആസൂത്രണം, അതിനാവശ്യമായിട്ടുള്ള മറ്റ് ആയുധ സംവിധാനങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ തീപിടിപ്പിക്കുന്നതായിട്ടുള്ള വികാരങ്ങൾ തീപിടിപ്പിക്കുന്നതായിട്ടുള്ള നുണപ്രചരണങ്ങളെല്ലാം. ഞാനൊരു മിനിറ്റ് എടുത്ത് ഈ ഒരു റൗണ്ടിലെ കാര്യം പറഞ്ഞു തീർക്കാം. ഈ നമുക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കഥകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും. അത് അമ്മൂമ്മമാരെല്ലാം പറഞ്ഞു തരുന്നതും പ്രപിതാമഹന്മാർ പറഞ്ഞു തരുന്നതും അങ്ങനെ വാമൊഴിയായി പറഞ്ഞു കേട്ട കഥകളെല്ലാം സൂക്ഷിച്ച് അങ്ങനെ നമ്മൾ വയ്ക്കുകയും കാര്യങ്ങൾ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ തള്ളിക്കളയുകയും പിന്നെ വേണമെങ്കിൽ ഈ അങ്ങേയറ്റത്തെ കള്ളപ്രചരണം വേണമെങ്കിൽ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാലത്താണ് ഇപ്പോൾ ഈ രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത്.
2014 മുസഫർ നഗറിലെ കലാപം, ആ കലാപമാണ് 80 ലോക്സഭാ സീറ്റുകളിൽ 75 സീറ്റുകൾ BJP ക്യാമ്പിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തത്. ആട്ടിൻപറ്റത്തെ കൊണ്ടുവന്ന് ചെന്നായിൻ്റെ കൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് പോലെ 75 സീറ്റുകൾ അങ്ങനെ UP യിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളത് ഇതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അത് വളരെ നീണ്ടതാണ്. നമുക്കിപ്പോൾ അത് ചർച്ച ചെയ്ത് ഇവിടെ അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇതിലെല്ലാവരും അഭിഭാഷകരുമല്ല. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സിവിൽ പ്രൊസീജിയർ കോഡിലെ അതിൻ്റെ ഓർഡർ 7 റൂൾ 11 സാധാരണ ഈ സിവിൽ വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർ അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ച് അത്തരം ഒരു കാര്യം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓർഡർ 7 റൂൾ 11 ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ച് ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുക്കുന്നത്, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എന്നത് തന്നെ ഈ ബാബറി മസ്ജിദിൻ്റെ കേസും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം വരുന്നത്. അതിന് മുമ്പൊന്നും ഇതിനെപ്പറ്റി അങ്ങനെ വലിയതൊന്നും കേട്ടിരുന്നതല്ല. ഇപ്പോൾ എന്താണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് എന്നാണ്. ഔറംഗസീബിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആരാധനാലയം അല്ലെങ്കിൽ ആ ക്ഷേത്രം തകർത്തു എന്നാണ്, അവിടെ അങ്ങനെ പള്ളി സ്ഥാപിച്ചു എന്നാണ്. ഈ 4 നിലവറകൾ പറയുന്നതിൽ ഒരു നിലവറ, ആ നിലവറയിൽ അവിടെ ഒരു ഹിന്ദു മതവിശ്വാസിയായ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം താമസിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം അത്തരം കാര്യങ്ങളല്ല. അതുകൊണ്ട് ഈ പറയുന്ന മറ്റ് വാദങ്ങളെല്ലാം അവിടെ വരുന്നില്ല. ഇവിടെ ഒരു വാരണാസിയിലെ സിവിൽ കോടതി മുതൽ അലഹബാദിലെ ഹൈക്കോടതിയിലേക്കും അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്കും ഈ കേസുകൾ മുകളറ്റം വരെ പോവുക, താഴേക്ക് വരിക, പാമ്പും മീണയും കളി പോലെ ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ഇത് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷേ വളരെ കൗതുകകരമായി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല. ഒരു ജഡ്ജി, ജുഡീഷ്യൽ ഓഫീസർ, ഇന്ന് അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ്. സ്ഥാനമൊഴിയുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നീണ്ടു പോയ അത്തരത്തിലുള്ള ഒരു കേസിനെ സംബന്ധിച്ചുള്ള വിധി, വളരെ പ്രമാദമായ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. ആ വിധി പ്രസ്താവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു നിയമപ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, അതുകൊണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട്, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അത് ഇപ്പോഴും പൂർണ്ണമായ ഉത്തരം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. ഇത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അവിടെ പോയപ്പോൾ തന്നെ അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായ ഒരു എറർ പോലും സംഭവിച്ചു. അത് പിന്നീട് ബന്ധപ്പെട്ട അഭിഭാഷകർ, അത് എൻ്റെ ഓർമ്മ ജസ്റ്റിസ് അഹമ്മദിയാണ് ആ തിരുത്തലിന് പിന്നീട് അതിന് നേതൃത്വം നൽകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ നമ്മുടെ സർക്കാർ ഭാഗ അഭിഭാഷകരെയും ഒക്കെ തന്നെ വീണ്ടും വിളിച്ചു വരുത്തി അവരോട് അത് അറ്റോർണി ജനറലിനോടടക്കം സോളിസിറ്റർ ജനറലിനോടക്കം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ ഉണ്ടായ ഒരു ഓർഡറിലെ പിശകടക്കം തിരുത്തേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു കാര്യം അങ്ങനെ തന്നെ നമ്മൾ കാണണം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ ഈ ആദ്യം ഹർജിക്കാരായി വന്ന ആളുകൾ അവർ ഈ കാര്യത്തിൽ ഉന്നയിച്ചത്. അതിൽ ഒരു കാര്യം പള്ളി പൊളിക്കണം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചാൽ ആരാധന എന്നുള്ളതല്ല, ആരാധന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതല്ല, രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് രാഷ്ട്രീയപരമായ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതിനെ വെടിമരുന്നായി മാറ്റാൻ കഴിയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അതിലുള്ളത്. അതിൽ ആത്മീയമായതൊന്നുമില്ല എന്ന് പറയുന്നു താങ്കൾ തുടക്കത്തിൽ. അപ്പം രാഷ്ട്രീയമായ ഒരു ലക്ഷ്യത്തെ, രാഷ്ട്രീയ ഉദ്ദേശം മുൻനിർത്തിയുള്ള ഒരു വിഭജന നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ഇപ്പുറത്ത് നിൽക്കുന്നവർക്കുണ്ടല്ലോ. ഇപ്പോൾ വാരണസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രം തൊട്ടടുത്തുള്ള പള്ളി, ഈ തർക്കത്തിനകത്തേക്ക് ഒരു നിലപാട് പറയാൻ, ഇതാ വീണ്ടും വിഭജനവുമായി വരികയാണ് സംഘപരിവാരം എന്ന് പറയാൻ ഇപ്പുറത്തുള്ളവർ പൊതുവെ തയ്യാറാകുന്നതായി കാണുന്നില്ല. അതല്ലേ സത്യത്തിൽ വലിയ നിരാശ സമ്പത്ത്? അല്ല നിഷാദെ, ആ ചോദ്യം എന്നോട് ചോദിച്ചത് വളരെ നന്നായി. ഇല്ലെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു മറുപടിയും പറയാൻ പറ്റില്ലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി CPM അല്ല എന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഞങ്ങളല്ല ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ കക്ഷി എന്നുള്ളത് CPM ആണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തേ ആധികാരികമായി നാളിതുവരെ അഭിപ്രായം പറഞ്ഞില്ല.
നിഷാദിൻ്റെ കയ്യിലടക്കം മീഡിയ വണ്ണിൻ്റെ ഡെസ്കിലടക്കം ഈ കേസ് തുടങ്ങിയ കാലം മുതൽ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള CPM-ൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇക്കാര്യത്തിൽ കോഷ്യസ് ആയിരിക്കണമെന്നത്, ജാഗ്രത പുലർത്തണമെന്നത്, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടലുകൾ അത്തരത്തിൽ ഉണ്ടാവണമെന്നുള്ളത്, നമ്മുടെ വി ഹാവ് ടു അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യുലാറിസം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇവിടുത്തെ ദുഷ്ടലാക്ക് ജനങ്ങൾ തിരിച്ചറിയണമെന്നുള്ളത്. CPIM-ൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. കോൺഗ്രസ് പോലും ഇക്കാര്യത്തിൽ ചാഞ്ചാട്ട നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇതിനെ കാണുന്നത് ഏതെങ്കിലും മതപരമായ വിശ്വാസികൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും പോകാനുള്ളതല്ല. നമ്മുടെ നാട്ടിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായിരുന്നതായിട്ടുള്ളൊരു സ്റ്റാറ്റസ് കോ ഉണ്ട്. ആ സ്റ്റാറ്റസ് കോ പരിപാലിക്കുക എന്നുള്ളതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അത് പിന്നീട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് അത് 1991 സുപ്രീം കോടതി തന്നെ ഉയർത്തിപ്പിടിച്ചതാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പോലും അംഗീകരിക്കാൻ അത് തയ്യാറല്ല എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന സമ്പത്ത്, എനിക്ക് CPIM-ന്റെ പൊസിഷനെ കുറിച്ച് തർക്കമില്ല. CPIM-ന്റെ പൊസിഷൻ ബാബരി മസ്ജിദിന്റെ കാര്യത്തിലായാലും ഗ്യാൻവാപ്പിയിലായാലും മഥുരയിലായാലും ഒക്കെ പൊസിഷൻ ഉണ്ട്, ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് താങ്കളൊരു പ്രതിപക്ഷ ചേരിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ ഈ ചർച്ചയിൽ എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ല നിഷാദേ, ഞാൻ CPIM-നെ എൻ്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറയാമെന്നുള്ളതല്ലാതെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ പറയാൻ എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ പറഞ്ഞത് താങ്കൾ പ്രതിപക്ഷ ചേരിയെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതല്ല. താങ്കൾ അവിടെ നിൽക്കുന്ന ഒരാളെ നിലയ്ക്ക് താങ്കളുടെ പ്രത്യാശയോ നിരാശയോ എന്തും താങ്കൾക്ക് പങ്കുവയ്ക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റുകളോട് എന്താ പറയുന്നത്, ശരിയാവണ്ണം ഇടപെടാൻ, സംസാരിക്കാൻ, പ്രതിരോധിക്കാൻ, ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു ആംബിയൻസ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടെ രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞോ? ഇനി നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ചോദ്യം ചെയ്താൽ നമ്മൾ ഔട്ടാവും എന്ന് വിചാരിക്കുന്നു പ്രധാനപ്പെട്ട കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികളെ അയക്കുന്നില്ല, കാരണം അവർക്കൊരു പൊസിഷൻ പറയാനില്ല ഇതിനകത്തെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ ദേശീയതയായാലും കൊള്ളാം, അല്ലെ ഹിന്ദുത്വ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രോജക്റ്റുകളായാലും കൊള്ളാം, അതിനോടൊന്നും നമുക്കിനിയും മിണ്ടാൻ പറ്റില്ല എന്ന ഒരു നില വന്നോ ഈ രാജ്യത്ത്? അങ്ങനെ ഒരു നില വന്നിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ മീഡിയ വണ്ണിൽ നടക്കുമോ? ഇല്ലല്ലോ. മലയാളത്തിലാണ് നമ്മുടെ ഈ ചർച്ച പോകുന്നതെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച വാസ്തവത്തിൽ ലോകത്ത് പലയിടത്തും ആളുകൾ കാണുകയാണല്ലോ. ഞാൻ പറയുന്നതിന് നഖശികാന്തം എതിർക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിയോജിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ പലരും ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ ഈ പാനലിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ വിനീതമായ ചോദ്യം, CPIM അല്ലാതെ മറ്റൊരു പാർട്ടി ഇത് സംബന്ധിച്ച് നിലപാടെടുത്തത് ഓർക്കുന്നുണ്ടല്ലോ. ഞാനും ഒരു കോൺഗ്രസിൻ്റെ നേതാവും ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ദിവസം രാവിലെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു എൻ്റയർലി സിവിൽ ഡിസ്പ്യൂട്ടാണല്ലോ, ഒരു തർക്കവുമില്ലല്ലോ. അത് വാസ്തവത്തിൽ ആ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം അത് തുടക്കം തന്നെ ഉണക്കവും അത് സിവിൽ ഡിസ്പ്യൂട്ടാണ്. പക്ഷേ അവിടുത്തെ ആ മന്ദിരം തകർക്കുക എന്നത്, ഇപ്പം ഞാൻ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ പറയട്ടെ, തർക്ക വിഷയമായ മന്ദിരം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വേറെ എന്തെങ്കിലും പറയട്ടെ, എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം പറഞ്ഞത് ബാബറി മസ്ജിദ് ഡിമോളിഷ്ഡ് എന്നുള്ളതിൻ്റേതാണ്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നുമല്ല. ഒരു സിവിൽ തർക്കം പരിഹരിക്കുന്നത് ക്രിമിനൽ കുറ്റം കൊണ്ടാണോ? അത് ആര് ചെയ്താലും ക്രിമിനൽ കുറ്റം തന്നെയല്ലേ? ആ കോൺഗ്രസ് നേതാവ് എന്നോട് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഇതിൽ ശ്രീ LK അദ്വാനി അടക്കമുള്ള നേതാക്കളെ ഒന്നും ശിക്ഷിച്ചില്ല. ഈ കാര്യം കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിൽ അതാണ് പറയുന്നത്. ആ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നമ്മളൊരു കുറ്റവിചാരണ നടത്തുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ശ്രീ LK അദ്വാനി ആയാലും അദ്ദേഹം കുറ്റവാളിയാണ്, കുറ്റം ചെയ്തും കുറ്റവാളിയാണ്. LK അദ്വാനി ഉൾപ്പെടെയുള്ള പലരും ഉണ്ട്. കോൺഗ്രസ് നേതാവിൻ്റെ വാചകം ഇതായിരുന്നു, ഇൻവെർട്ടഡ് കോമയിലാണ്, അറ്റ് ദി ഫാഗ് എൻഡ് ഓഫ് ദ ലൈഫ് എന്നത്. ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ ഇനി അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ക്രൂരമായ സുപ്രിന്റു മഹാദേവ് BJP നേതാവ് എൻ്റെ കൂടെ ഉണ്ട്. സുപ്രിന്റു മഹാദേവ് കാശി മഥുര ബാക്കി ഹേ എന്ന് പള്ളി പൊളിച്ചപ്പോൾ ഹിന്ദുത്വം വിളിച്ചു പറഞ്ഞാണ് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിതത് രാജ്യത്തിൻ്റെ നേട്ടമായിട്ടും ഹിന്ദുക്കളുടെ ആകെ ഉയർച്ചയായിട്ടുമൊക്കെ ഉദ്ഘോഷിക്കുന്നത് സർക്കാർ തന്നെയാണ്, BJP പ്രത്യേകമായും. എല്ലായിടത്തും ഇപ്പോൾ അത് പറയുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും പാർലമെന്റിനകത്ത് പോലും അത് പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുദ്രാവാക്യത്തിലുള്ളതാണ് ഈ പറയുന്ന ഗ്യാൻവാപി പള്ളി, അതുകൂടി പൊളിക്കുക, അവിടെ ക്ഷേത്രം അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതാണോ നിങ്ങൾ കാണുന്ന പുതിയ സ്വപ്നം, അടുത്ത സ്വപ്നം?
അങ്ങനെ പറയരുത് സാർ. ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിനകത്ത് രാഷ്ട്രപതി പറഞ്ഞ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ കാര്യത്തെ നമ്മളങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ വിജയമായിട്ട് കാണണ്ട. 140 കോടി ജനങ്ങളുടെയും ഒരു വിജയമായിട്ട് അതിനെ കണ്ടാൽ മതി, രാമക്ഷേത്രത്തിൻ്റെ വിജയത്തെ. അല്ലെങ്കിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ചിഹ്നമായിട്ട് ഞങ്ങളിപ്പോഴും രാമനെ കാണുന്നില്ല. രാമൻ ഒരു ഭാരതത്തിൻ്റെ ദേശീയ ഐക്കണാണ്. ആ ഐക്കണുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഉണർന്നതിനെയാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്. അതിന് കാരണമുണ്ട്. രാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് അടിത്തറ പാകിയ അർത്ഥത്തിലാണ് നയപ്രഖ്യാപന രേഖയിൽ രാഷ്ട്രപതി അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സംഘടനയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് കോടതി വിധി പറയുന്നു. ആ വിധി അനുസൃതമായിട്ട് 93 മുമ്പ് അവിടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആരാധിച്ചിരുന്നു. 1600 മുതൽ തന്നെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള അനുവാദം ആ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന എല്ലാ മസ്ജിദുകൾക്കും മേലും നിങ്ങൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വാദഗതികളുണ്ട്. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്, ഡയറക്റ്റ് ആണ്. ഗ്യാൻ വാപിയിലെ പള്ളി പൊളിച്ചു മാറ്റി അതുകൂടി ക്ഷേത്രമാക്കി മാറ്റുക എന്നതാണോ BJP കിനാവു കാണുന്ന കാര്യം? അല്ല, BJPക്ക് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ച് പള്ളി പൊളിച്ച് അമ്പലമാക്കുന്ന അജണ്ടയായിട്ടല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തിയും ഒരു സംഘടനയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കോടതി കാണട്ടെ. നിങ്ങൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെയല്ല സാർ. അത് മതപരമായ വിശ്വാസവും മതവും രാഷ്ട്രീയത്തെയും അത് അതിൻ്റെതായ രീതിയിൽ മാറ്റി നിർത്തുകയല്ലേ എല്ലാവർക്കും നല്ലത്. അല്ലാതെ ഞങ്ങളിപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും മതപരമായ വിശ്വാസത്തെ മതത്തിന്റെ വഴിക്ക് വിട്ടോട്ടെ എന്ന് BJP നേതാവ് പറയുന്നതിലെ കൗതുകം ഞാൻ അനുഭവിക്കുന്നതാ. ഇപ്പോൾ അത് വിട്ടേക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് അത് ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ, ബാബരി മസ്ജിദ് പൊളിച്ചതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും മാനസികമായും ധാർമ്മികമായും നൽകുന്ന ആളുകളാണല്ലോ നിങ്ങളുടെ തന്നെ നേതാക്കൾ. അത് പൊളിക്കാനുള്ള വലിയ രഥയാത്രയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നവരാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഗ്യാൻ വാപി പള്ളി കൂടി ക്ഷേത്രമാക്കുക എന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള നിങ്ങളുടെ തുടർ സ്വപ്നമാണോ, അതോ അത് ഏതോ ഒരു കേസ് എന്തെങ്കിലും തീർപ്പാകട്ടെ എന്നാണോ? അല്ല നിഷാദേ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും BJPയുടെയോ അല്ലെങ്കിൽ BJP ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം BJP ആണല്ലോ. അങ്ങനെ ഈ ഒരു സംവിധാനത്തെ കോടതി വ്യവഹാരത്തിലിരിക്കുന്ന ഒരു കാര്യത്തെ ഞങ്ങളിങ്ങനെ അവിടെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ പള്ളിയാണ് അല്ലെങ്കിൽ ക്ഷേത്രം പണിത് പള്ളി ക്ഷേത്രം പണിത് ആരെങ്കിലും പറഞ്ഞതായിട്ട് നിഷാദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം അനുസരിച്ച് കോടതി വ്യവഹാരങ്ങൾ അനുസരിച്ച് നടക്കട്ടെ. കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വൈകാരികമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇമോഷൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. അത് സ്വാഭാവികമായിട്ടത് പള്ളിയല്ലേ, നിങ്ങളുടെ പള്ളി പണിത് അമ്പലമാക്കുക, അത് സ്വാഭാവികമായി. നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഒരു പള്ളി ഒരു മതിൽക്കെട്ടിന് അപ്പുറത്ത് ഇപ്പുറത്തും ഇരുന്ന് ഹിന്ദുവും മുസൽമാനും അപ്പുറത്ത് പ്രാർത്ഥിക്കട്ടെ, ഇപ്പുറം പൂജ നടക്കട്ടെ, അതിലെന്താ പ്രശ്നം? അതല്ലേ നടക്കേണ്ടത്? പള്ളി ഞങ്ങൾ തിരിച്ചു പിടിക്കും, അടുത്ത ലക്ഷ്യം ഞങ്ങളുടെയാണെന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട്, മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. UP പോയ അവിടുത്തെ MLA-മാർ, മുൻ MLA-മാർ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഗ്യാൻ വാപി ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകണമെന്ന് പറയുന്നു. പ്രധാനമന്ത്രി ഈ എന്താ പറഞ്ഞത്, കാശി ഇടനാഴി ഉണ്ടല്ലോ, അവിടെ അതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് 2017. അതിനകത്ത് ഈ പള്ളിയുടെ മാർക്കിംഗ് പോലും ഇല്ല. അല്ല, അത് കാശി കോറിഡോർ അവിടെ സ്ഥാപിക്കുകയും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അവിടേക്ക് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അത് പൊതുമധ്യത്തിൽ അത് അദ്ദേഹം പറയുന്നതിന് എന്താ പ്രശ്നം? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു മതത്തിൻ്റെയോ പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ പിറകിൽ ഇങ്ങനെ വൈകാരികമായി ആളുകളെ തമ്മിൽ ഈ സംഘർഷപൂരിതമാക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ കോടതികളുണ്ട്, വ്യവഹാരങ്ങളുണ്ട്, ഒരു പതിറ്റാണ്ടുകളുടെ തർക്കം ആ മന്ദിരത്തിനുണ്ട്. ആ മന്ദിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മഹാദേവ് ആളുകൾ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴാണല്ലോ കോടതി എടുക്കുക. കോടതി എടുത്തതിൽ തന്നെ സംഘപരിവാരമാണ് ഇതൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആ പള്ളി ഞങ്ങളുടെയാണ്, ഈ പള്ളി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ കയ്യിൽ 3000 പള്ളിയുടെ പട്ടികയുണ്ട്, എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവാണ്. ഇവിടെ കേരളത്തിൽ തന്നെ എന്തുമാത്രം എന്താ പറയുന്നത് ഹിന്ദുത്വവാദികൾ ഓരോ പള്ളിയുടെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ തൃശ്ശൂരെ പള്ളിയും സെൻറ് തോമസ് കോളേജൊക്കെ ഞങ്ങളുടെ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ള ഹിന്ദുത്വരുണ്ടല്ലോ ഇവിടെ, വലിയ പിന്തുണ കിട്ടുന്ന ഹിന്ദുത്വർ. അപ്പോൾ ഇതൊക്കെ ആരാ ഇനീഷ്യേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ
ഈ പരിവാരത്തിനകത്ത് നിൽക്കുന്ന നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരം ജയ് മോദിജി വിളിക്കുന്ന ആൾക്കാരാണ്. നിഷാദ് റാവുത്തർ, ഞങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായ അഭിപ്രായം ആദരണീയ സർ സംഘചാൽ മോഹൻജി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി അമ്പലമുണ്ടോ എന്ന് നോക്കേണ്ട സാഹചര്യമില്ല. അദ്ദേഹം കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി അമ്പലമുണ്ടെന്ന് നോക്കേണ്ട സാഹചര്യം ആദരണീയ സർ സംഘചാലക പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ആരാണുള്ളത്? പിന്നെ തർക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, വ്യവഹാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ കോടതിയാണ് അന്തിമ വിധി പറയേണ്ടത്. അതിനകത്ത് ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പ്രവർത്തകരുമല്ല. ഇപ്പൊ നമ്മുടെ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ. ഒരൊറ്റ കാര്യം, കോടതി വിധി പറയാൻ കാത്തിരുന്നോ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ? നിങ്ങളത് പൊളിച്ച് തൂരക്കളഞ്ഞില്ലേ? അത് കഴിഞ്ഞല്ലേ കോടതി വിധി പറഞ്ഞത്? ഏത് കോടതി വിധിക്കാണ് നിങ്ങൾ കാത്തിരുന്നത്? സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്ന ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഉത്തരവിട്ട് ആ ഉത്തരവ് നിലനിൽക്കുകയാണ്. നിങ്ങൾ കുറേ ആളെയും കൂട്ടി വന്ന് പള്ളി പൊളിച്ച് കളഞ്ഞത്. ഇപ്പം നിങ്ങൾ കോടതിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിനും വലിയ തമാശ പറയുന്നുണ്ടോ? അല്ല സാർ, നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1885 അവിടെ നിന്ന് ഇതുപോലെ ഒരു മതിലിനപ്പുറത്തും ഇപ്പുറത്തിരുന്ന് ഹിന്ദുവും മുസൽമാനും പ്രാർത്ഥിച്ചിരുന്ന മന്ദിരമായിരുന്നു സാർ രാമജന്മഭൂമി മന്ദിരം. 1885 ഹിന്ദു സമൂഹത്തെ അവിടെ നിന്ന് ആട്ടിയോടിച്ചപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മനസ്സിലായോ? അതേ വിഷയം തന്നെ 1993 വരെ ഗ്യാൻവാദിയിലും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് കേരളത്തിലെങ്കിലും അവിടെ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ പറയുന്നത് മാത്രമല്ല നെഗറ്റീവായിട്ട് സമൂഹത്തിൽ ഉണ്ടാവുക. കുറച്ചൊക്കെ ആൾക്കാർ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. പ്ലീസ് കേരളത്തിനെങ്കിലും ഒരൊറ്റ സെക്കൻഡ് പ്രിന്റ്. എന്നോടൊപ്പം എൻ്റെ കൂടെ രാഹുൽ ഈശ്വർക്കുട്ടി. രാഹുൽ, ഞാൻ ചോദിക്കുന്നത് പൊളിറ്റിക്കൽ ക്വസ്റ്റൻ അല്ല. രാഹുലിനെ ഒരാളോട് ഞാൻ കുറച്ചുകൂടെ ഒരു ആത്മീയ സ്വഭാവമുള്ള ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു അപര അതായത് ഒരു മറ്റൊരാളുടെ കസ്റ്റഡിയിലിരിക്കുന്ന സ്ഥലം അഹിതമായി പിടിച്ചെടുത്ത് അവിടെ നടത്തുന്ന ആരാധനയ്ക്ക് എന്ത് വിശ്വാസപരമായ ധാർമ്മികമായ മൂല്യമുണ്ടെന്നാണ് രാഹുൽ വിചാരിക്കുന്നത്? രാഹുലിന് ഓഡിയോ ഒന്ന് ഓണാക്കണം. യെസ് ഒന്നുകൂടെ ക്ഷമിക്കണം. 2 പോയിന്റ്സ് ആണ് ഇതിൽ. ഒന്ന്, ശ്രീ പ്രിന്റോ വളരെ ശരിയായി പറഞ്ഞതുപോലെ പൂജനീയ സർസംഘചാലക് ശ്രീ മോഹൻ ഭഗവത്ജി എന്തിനാണ് പള്ളിയുടെ താഴെ പോയി ശിവലിംഗം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചത് ഒരുപക്ഷെ ഏറ്റവും സ്റ്റേറ്റ്സ്മാൻലിയായ നിലപാടാണ്. കാശി മധുര ബാക്കി ഹേ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി അടക്കം അത്തരമൊരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ നിലപാടെടുത്തില്ല എന്നുള്ളതും RSS ഔദ്യോഗികമായി തന്നെ ഇനിയും ഒരു മന്ദിർ മസ്ജിദ് പ്രശ്നത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞതും RSSനെ ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ RSSകാരനല്ല, ശാഖയിൽ പോയിട്ടില്ല, പക്ഷേ RSSനെ ആദരിക്കുന്ന ഒരു വ്യക്തിയിൽ ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ പോസിറ്റീവായി കാണുന്ന. 2, ഇനി അങ്ങേക്ക് തെറ്റുന്നത്, ശ്രീ നിഷാദ് റാവുത്തറിന് തെറ്റുന്നത്, വളരെ ആദരണീയനായ ശ്രീ A സമ്പത്തിന് തെറ്റുന്ന വിഷയം യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ RSSോ ഏതെങ്കിലും ഒരു സംഘടനയല്ല. ഉദാഹരണം, ഈ വിഷയം എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ളവരാണ്. നമ്മുടെ വിഷ്ണു ജെയിനിന്റെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ ജെ സായ് ദീപക്. അങ്ങ് 3000 കേസല്ലേ പറയുന്നത്? ജെ സായ് ദീപക് ഞാനും കൂടെ അയോധ്യയിൽ ഡിബേറ്റിലുണ്ടായിരുന്നു നമ്മുടെ രാമജന്മഭൂമി വിഷയത്തിൽ. ജെ സായ് ദീപക് പറയുന്നത് 40,000 അമ്പലങ്ങളുണ്ടെന്നാണ്. അപ്പൊ ഇത് പറയുന്നതിനൊരു റീസൺ ഉണ്ട്, ഇത് പറയുന്ന ഒരു മനസ്സുണ്ട്. ഇത് പറയുന്ന ഒരു സംഘടനയോ വ്യക്തിയോ അല്ല, ഇത് പറയുന്ന ഒരു മനസ്സാണ്. ആ മനസ്സ് എന്താണെന്നും അതിനെ ചികിത്സിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെയാണ് എനിക്ക് 1 മിനിറ്റ് തരണം, എന്നാലേ ഇത് മനസ്സിലാവും. അതായത് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ നായരായി, ഈഴവനായി, അമ്പലവാസിയായി, ആദിവാസിയായി, ബ്രാഹ്മണനായി, ദളിതനായി, ക്ഷത്രിയനായിട്ടൊക്കെ വ്യത്യസ്തമായി കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ മുസ്ലിം എന്ന പൊതു ശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരുമിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഗ്യാൻവ്യാപിയായി വരുന്നത്, അല്ലെങ്കിൽ ബാബറി മസ്ജിദായി വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രമായി വരുന്നത്, അല്ലെങ്കിൽ ടിപ്പു സുൽത്താനായി വരുന്നത്, അല്ലെങ്കിൽ ഔറംഗസേബായി വരുന്നത്. RSSന്റെ തന്നെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ RSSലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ശ്രീ KR മൽക്കാനിയാണ്. KR മൽക്കാനി പറയുന്നത് ടിപ്പു സുൽത്താനെ പോലൊരു രാജ്യസ്നേഹിയെ കാണാൻ പറ്റില്ല എന്നാണ്. ടിപ്പുവിന്റെ മക്കൾ ഇന്നും രാജ്യസ്നേഹി ആയതുകൊണ്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുമ്പിൽ തലകുഴിക്കാൻ മടിക്കുന്നത് കൊണ്ടും ടിപ്പുവിന്റെ മക്കൾ ഇന്ന് ഓട്ടോ ഓടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയെന്നാണ്. ടിപ്പുവിനെ പോലൊരു രാജ്യസ്നേഹി, ടിപ്പു ചില അതിക്രമങ്ങൾ കാണിച്ചു കാണാം, പക്ഷേ ടിപ്പുവിനെ പോലൊരു രാജ്യസ്നേഹിയും ഇന്ത്യ എന്ന സങ്കല്പം കണ്ട വ്യക്തിയും ഇല്ലെന്നാണ്. പക്ഷേ ആ ടിപ്പുവിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വലതുപക്ഷ സംഘടനകൾ കർണാടകത്തിലടക്കം പ്രക്ഷോഭം നടത്തുന്നത്. എന്തിന് അനന്തകുമാർ ഹെഡ്ഗെ എന്ന MP ഭട്കലിലെ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞത് അങ്ങേക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും.
ഒരുപക്ഷെ അതുപോലെ തന്നെ കൗതുകം, നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി, അതായത് ഞാൻ എല്ലാ സ്ഥലത്തും വാവരും വെളുത്തയും അയ്യപ്പനും ഒരുമിച്ച് പോകണമെന്ന് പറയുന്നതിന്റെ ദേഷ്യത്തിൽ വലതുപക്ഷത്തിലെ ഒരു പ്രധാന ചിന്തകൻ നമ്മുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ, അതായത് അതും ക്രിസ്ത്യൻ പള്ളി, ക്രിസ്ത്യൻ ആർത്തുങ്കൽ വെളുത്തയുടെ പള്ളി തിരിച്ചു പിടിക്കണമെന്നും അത് ശിവക്ഷേത്രമാണെന്നും ഒക്കെ കള്ളം പറയുന്നത് കേട്ട് കാണും. യഥാർത്ഥത്തിൽ ഹിന്ദു സമുദായത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ആത്മീയ ശൂന്യതയിൽ നിന്ന് ശത്രുവിനെ കണ്ടെത്തുന്നതിലൂടെ അതിലൊരു അർത്ഥം തിരയാനുള്ള മനസ്സാണ് പലരും അൺകോൺഷ്യസ്ലി അബോധപൂർവമായി ചെയ്യുന്നത്. ഞാൻ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനങ്ങളിൽ തന്നെ രാഹുൽ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ പലപ്പോഴും രാഹുൽ റൈസ് ചെയ്തിട്ടുള്ള പോയിന്റാണ്. ഞാൻ എൻ്റെ ചോദ്യം എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ്. ശരി, അങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദുവിനെ ഒരു പൊതുശത്രുവിനെ മുൻനിർത്തി ഒന്നിപ്പിച്ചതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക. അപ്പോൾ ഒന്നിപ്പിക്കാനുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതിനുവേണ്ടി ഇടുന്ന വിത്ത് അത് പാകുന്നത് ആരാണ്? ആരാണത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ആരാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്? അത് സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ ആ ചോദ്യങ്ങളാണ് നമ്മൾ എപ്പോഴും തർക്കിച്ചിട്ടുള്ളത്. അതെ, അവിടെയാണ് ശ്രീ നിഷാദിന് തെറ്റുന്നത്. ഇത് സംഘടിതമായി RSSകാർ നാഗ്പൂരിൽ ഇരുന്ന് ഇന്ന് രാവിലെ വിളിച്ച് നീ മറ്റേ പള്ളിയിൽ പോയി അലമ്പുണ്ടാക്കുക എന്ന് പറയുന്നതല്ല. ഒരു സവർണ ഹിന്ദു സമൂഹം, അതായത് ഞാനടക്കം ജനിച്ച സവർണ ഹിന്ദു ബ്രാഹ്മണ സമുദായങ്ങൾക്കിടയിലുള്ള മാനസികമായ ശൂന്യത, ആത്മീയമായ ശൂന്യത, കുറെ കൂടെ സയന്റിഫിക്കലി പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഞങ്ങളുടെ ഇടയിലുള്ള ലാക്ക് ഓഫ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഒരു സെൻസ് ഓഫ് അതറായി മാറുകയാണ്, അല്ലെങ്കിൽ അപരമത വിദ്വേഷമായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഗോഡ്സെ. ഈ ഗോഡ്സെ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തനായ, ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റായ, ഏറ്റവും വലിയ ഗോസംരക്ഷകനായ ഗാന്ധിയെ കൊല്ലാൻ കാരണം അതൊരു ശൂന്യതയാണ്, അതൊരു സ്പേസ് ആണ്. ആ സ്പേസിനെ നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് തീർച്ചയായും കോൺഗ്രസ് ശ്രമിക്കണം, RS ശ്രമിക്കണം, CPM ശ്രമിക്കണം, ഗുരുദേവനെ പോലെ ശ്രമിക്കണം. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പലപ്പോഴും ലിബറൽ ആൾക്കാർക്ക് പറ്റാത്തത്, നിങ്ങൾ ഒന്നെങ്കിൽ നായകനും വില്ലനും, വർഗീയവാദിയും മതേതരവാദിയും, ഈ രണ്ട് ദ്വന്ദ്ങ്ങളിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഒരു നായകൻ ഉണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും. ഞങ്ങൾ മതേതരവാദികൾ, പുരോഗമനവാദികൾ നായകന്മാർ, അവർ വർഗീയവാദികൾ വില്ലന്മാർ. വലതുപക്ഷക്കാർ പറയും ഞങ്ങൾ ദേശീയവാദികൾ നായകന്മാർ, നിങ്ങൾ കപട മതേതരവാദികൾ വില്ലന്മാർ. നമുക്ക് വില്ലന്മാരും നായകന്മാരും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇനി ഒരു വരി കൂടെ പറയാം. എത്രയോ തവണ നമ്മുടെ നാട്ടിൽ ലാൻഡ് ജിഹാദിന്റെ കള്ളം കേൾക്കുന്നു, ലവ് ജിഹാദിന്റെ കള്ളം കേൾക്കുന്നു, തുപ്പൽ ജിഹാദിന്റെ കള്ളം കേൾക്കുന്നു, അല്ലെങ്കിൽ തുള്ളി മരുന്ന് ജിഹാദിന്റെ കള്ളം കേൾക്കുന്നു. ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് പറയുന്നവർ കുറവാണ്. പക്ഷേ മറുഭാഗത്ത് മുസ്ലിം എന്ന ശത്രുവിനെ, പൊതു മുസ്ലിം എന്ന ശത്രുവിനെതിരെ നമ്മൾ ഉണരണമെന്ന ആളുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന ബോധം അത് സ്വമേധയാ ഉണ്ടാകുന്നതാണെന്നാണ് രാഹുൽ എല്ലായ്പ്പോഴും പറയുന്നത്. അപ്പൊ പിന്നെ RSS എന്താണ് പണി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ എന്തിനീ രാജ്യത്ത് പ്രവർത്തിക്കുന്നു? അവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലാണോ? ഞാൻ ഈ പാനൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് രാഹുൽ അതിനനുസരിച്ച് പറയാം. വാഹിദ്, ഞാൻ കുറച്ച് ലേറ്റ് ആയി. വാഹിദ്, ഞാൻ ചോദിക്കുന്നത്, ബാബരി മസ്ജിദ് പൊളിച്ച ഇടത്ത് പണിത ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ മഹോത്സവം നമ്മൾ കണ്ടതാണ്. അത് എല്ലായിടത്തും ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രപതി പോലും അത് പറയാണ്. എന്ന് വെച്ചാൽ അത്രമേലത് സാധാരണമാക്കപ്പെട്ടു, അത്രമേലത് സാധാരണമാക്കപ്പെടുക മാത്രമല്ല അതൊരു മഹത്കൃത്യമായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ അതിവേഗത്തിൽ ബാബരി മസ്ജിദിന് അത്രയും ടൈമൊന്നും എടുക്കാതെ ഈ ഗ്യാൻവാപ്പി പള്ളിക്കകത്ത് അപ്പുറത്ത് അതിനകത്ത് നമാസ് നടക്കുമ്പോൾ അതിന് താഴെ പൂജ നടക്കുക. ശരിക്കും പറഞ്ഞാൽ എന്ത് തരം ബോധമണ്ഡലത്തിൽ നിന്നാണ് കോടതി അങ്ങനെ വിധി പുറപ്പെടുവിക്കുന്ന പോലും അറിയില്ല. പക്ഷെ നോക്കൂ, എവിടെയും നമ്മൾ കാണുന്നത് സൈലൻസ് ആണ്. അതെങ്ങനെ സംഭവിക്കുന്നതാണ് വാഹിദ്? തീർച്ചയായിട്ടും നിഷാദ് പറഞ്ഞതുപോലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു നിശബ്ദത നമ്മുടെ രാജ്യത്ത് ഈ ഗ്യാൻവാപ്പിയിലെ കോടതി വിധിയോടുണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ഗ്യാൻവാപ്പിയിലെ മസ്ജിദിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് സംഗതി വളരെ വ്യക്തമാണ്. ഒന്ന്, ഇത് RSSൻ്റെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയമായിട്ടുള്ള പ്രോജക്റ്റിൻ്റെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ ഒട്ടും അധികം ആലോചിക്കേണ്ടതില്ലാത്ത വിധം അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ BJPയുടെ പ്രതിനിധികൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോവാണ്. സത്യത്തിൽ ഇന്ത്യയിലെ മസ്ജിദുകളുടെ ചരിത്രം അന്വേഷിക്കേണ്ടതില്ല. ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ബാബരി മസ്ജിദും പിന്നെ ഇവിടുത്തെ അവിടെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, ഇത് RSSൻ്റെ വളരെ ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു അത് ഞങ്ങൾക്കറിയുന്നില്ല, അത് ആരൊക്കെ കേസ് കൊടുത്തതാണ്, സംഭവിച്ചതാണ്. പക്ഷേ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള അതുപോലെ VHPയുടെ നേതാക്കൾ ഇന്ത്യയിലെ മസ്ജിദുകളുടെ പേരും ലിസ്റ്റും പ്രഖ്യാപിക്കുകയും ഇതെല്ലാം ഞങ്ങൾ പിടിച്ചടക്കും എന്ന് നിരന്തരമായി ആക്രോശിക്കുകയും ചെയ്യുന്ന വംശീയതാവാദികളാണ് ഈ BJPയും RSSും എന്നത് വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, 91 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം തന്നെ ഇത്
947 ഓഗസ്റ്റ് 15 വരെ ആ സ്റ്റാറ്റസ് നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യയിൽ നിയമപ്രകാരം തന്നെ ഗ്യാൻവാപ്പിയിലേക്ക് നിയമപ്രകാരം പോവുകയാണെങ്കിൽ ഗ്യാൻവാപ്പിയിൽ ഒരു സർവേ നടക്കാനോ ഗ്യാൻവാപ്പിയിൽ ഒട്ടും ഒരു പൂജ നടക്കാനോ ഒന്നുമുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ സംഭവിക്കുന്നത് ആ നിയമം ഉണ്ടായിരിക്കെ, സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരിക്കെ തന്നെ അവിടെ പൊടുന്നനെ അവിടെ സർവേ പുറത്തുവിടാൻ വേണ്ടി പറയുന്നു. ആ സർവേ പുറത്തുവിടുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പൂജയ്ക്ക് വേണ്ടി 7 ദിവസത്തിനകം സൗകര്യമൊരുക്കണമെന്ന് പറയും. ഒരു ദിവസത്തിനകം തന്നെ ഇന്നലെ റിട്ടയർഡ് ചെയ്ത ആ ജഡ്ജിൻ്റെ ആഹ്വാനപ്രകാരം അവിടെ പൂജ നടക്കുന്നു എന്നുള്ള കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദു മെജോറിറ്റേറിയനിസം ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളെ എക്സ്ട്രാ ജുഡീഷ്യലായിട്ടുള്ള ഫോഴ്സുകൾ ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന വളരെ ആശങ്കാകുലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലോചിച്ചു, ബാബരി മസ്ജിദിൻ്റെ അതേ ടൈം ലൈൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഗ്യാൻവാപ്പി വിഷയത്തിലും ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇന്ന് മനോരമ പത്രത്തിൽ ഗ്യാൻവാപ്പി സമുച്ചയം എന്നാണ്. ബാബരി മസ്ജിദിൽ പിന്നെ വിഗ്രഹം കൊണ്ടുപോയിച്ചിട്ട് മസ്ജിദിനെ പെട്ടെന്ന് അതിനെ ഒരു തർക്കമന്ദിരമാക്കിയതുപോലെ ഇന്ന് മാധ്യമങ്ങൾ മനോരമ അടക്കം അതിനെ ഒരു സമുച്ചയമാക്കി, കേവലമായിട്ടുള്ള സമുച്ചയമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും വളരെ ഇവിടെ ഈ ചർച്ചയിലുള്ള 2 RSSകാരുണ്ട്. ഒന്ന് പ്രഖ്യാപിത RSSകാരനും മറ്റൊന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത എപ്പോഴും ഉരുണ്ട് കളിക്കുന്ന വളരെ വംശീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരും ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു വംശീയത പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എനിക്ക് സമ്പത്തിനോടക്കമുള്ള ഒരു വിയോജിപ്പ് കൂടി ഇതിൽ പങ്കുവെക്കാനുണ്ട്. ഇത് നമ്മൾ പറയുന്നത് പോലെ ഒരു എലക്ഷൻ സ്ട്രാറ്റജി മാത്രമായി കാണുന്നത് ഇന്ത്യയിലെ മതേതരവാദികളുടെ വിശകലന പിശകാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർണായകമായിട്ടുള്ള അസ്തിത്വ പ്രതിസന്ധിയുടെ അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതൊരിക്കലും CPM-ഉം കോൺഗ്രസും തമ്മിൽ ആരിതിൽ പ്രസ്താവന ഇറക്കി, ആരിതിൽ പറഞ്ഞില്ല എന്ന രീതിയിൽ മാത്രം ഇതിനെ ഒരു എലക്ഷൻ വിഷയമോ അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ ഒന്നോ ആയി കാണുന്നതിലുപരി ഇന്ത്യയിലെ മതേതര ചേരിക്ക്, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വ പ്രശ്നത്തെ ഒരു മൗലികമായ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രശ്നമായി, ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ഹിന്ദു മെജോറിറ്റേറിയനിസം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഗൗരവത്തിലുള്ള പ്രശ്നമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വളരെ ഭീകരമായ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും കക്ഷികളുടെയും ഒക്കെ പ്രതിരോധം ഉയർന്നു വരിക എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നില്ല. CPIM-നെ പോലെയുള്ള വളരെ ചുരുക്കം കക്ഷികൾ മാത്രമാണ് ഇതിനകത്തൊരു നിലപാട് പറയുന്നത്. കോൺഗ്രസിന് പോലും ഒരു പൊസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ മതനിരപേക്ഷതയുടെ ബദൽ എന്നൊക്കെ വിളിക്കപ്പെടുന്നവർക്ക് പോലും ഈ പ്രോ ഹിന്ദുത്വയോട് മുട്ടാൻ പറ്റുന്നില്ല. അവർ ലൈറ്റ് ഹിന്ദുത്വം കൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള വിഫല വിചാരം നടത്തുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യയിലെ മതേതര ചേരി വളരെ ദുർബലമാണെന്നും ഇന്ത്യയിലെ മതേതര ചേരിയുടെ അടക്കമുള്ള മൗലികമായ പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് കേവലമായിട്ടുള്ള ചില ഇവിടെ പറഞ്ഞ പോലെ കുറേ കാലം നമ്മൾ പറഞ്ഞ നാണയത്തിൻ്റെ ഒരു വശം സിദ്ധാന്തം അല്ലെങ്കിൽ വർഗീയത, ഇങ്ങനെയുള്ള കേവലമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ സ്കിപ്പ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റേറിയനിസമാണ്. അത് രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ആത്മീയതയുടെ ദാഹമൊന്നുമല്ല. ആത്മീയതയുടെ ദാഹമാണ് ഈ ജയ് ശ്രീരാം വിളിച്ചിട്ടാണ് സ്നേഹത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞ് രാമനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ എത്രയോ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഒരു മസ്ജിദ് അടിച്ചു തകർത്തു. എത്രയോ മുസ്ലിങ്ങളെ മോബ് ലിഞ്ചിങ്ങിലൂടെ കൊന്നുകളഞ്ഞു. ഇവിടെ RSSൻ്റെ സംഘടനകൾ ഇനിയും ഞങ്ങൾ കൊന്നുകളയും, ഇനിയും ഞങ്ങൾ മസ്ജിദ് തകർത്തും ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യനാണ്. അതിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യാനോ അഭിമുഖീകരിക്കാനോ സാധിക്കുന്നില്ല എന്നത് ഇന്ത്യയിലെ മതേതര ചേരിയുടെ ഒരു വലിയ പരാജയമാണ്. ആ പരാജയത്തെ മറികടക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്പത്ത്, സംഘപരിവാരത്തിന് അങ്ങനെ ഒരുപാട് പള്ളികൾ പിടിച്ചടക്കണമെന്നും ആ പള്ളികളെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിലുള്ള വിഭജനത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, ആ വിഭജനത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ തടയുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണല്ലോ നമ്മൾ 91 നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. 47 ശേഷം ഏതൊക്കെ സ്ട്രക്ചർ എങ്ങനെ ഇരുന്നോ അത് അങ്ങനെ തന്നെ ഇരിക്കണം, അതിന്മേൽ ഒരു കളി നടക്കില്ല എന്ന് നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമം അവിടെ ഇരിക്കെ ഇപ്പോൾ വീണ്ടും ഇത്തരം ക്ലെയിമുകൾ വരുന്നു. ആ ക്ലെയിമുകൾ സുപ്രീം കോടതി പോലും എൻ്റർടൈൻ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇതാ വിപത്കരമായ വിചിത്രമായ ഉത്തരവുകൾ ഇടുകയാണ് കോടതികൾ. അതിന്മേൽ ഒരു തിരുത്തു വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിൽ
ഹൈക്കോടതിയിൽ പോകുമെന്ന് പറയാണ് സുപ്രീം കോടതി. എന്ന് വെച്ചാൽ സംഘപരിവാരത്തിൻ്റെ വിഭജനാശയത്തിന് കോടതികൾ പോലും അരുനിന്നു കൊടുത്ത കാലം എന്ന പേരിലായിരിക്കുമോ നമ്മുടെ ഈ കാലം രേഖപ്പെടുത്തുക? നമ്മുടെ ഈ കാലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഈ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദ ബേണിംഗ് ഇഷ്യൂസ് എന്നുള്ളത് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, കയറിക്കിടക്കാൻ ഒരിടമില്ലായ്മയാണ്. ഉള്ളതെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടും ഭയവിഹുലരായിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന കോടികൾ. ഈ രാജ്യം വല്ലാതെ സ്വകാര്യവൽക്കരിക്കപ്പെടുകയും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയുമാണ്. അപ്പോഴും ഒരു കൂട്ടർ സ്വദേശി മുദ്രാവാക്യം, വേറൊരു കൂട്ടർ രാഷ്ട്രീയമായി മേക്ക് ഇൻ ഇന്ത്യ മുദ്രാവാക്യം, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിൽ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യരുത്, ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ എന്താ? നാട് കത്തണം. നാട് കത്തിയാൽ അതിലെപ്പോഴും എങ്ങനെയാണ് വരിക? ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടർ ഞാൻ ഇന്ന സമുദായം, നിങ്ങൾ മറ്റേ സമുദായം, ഈ സമുദായം തിരിഞ്ഞ ആളുകളെ അങ്ങനെ ആക്കിയതിൻ്റെ ഒരു ഗുണം തന്നെ അനുഭവിച്ചത് BJP ആണ്. അത് ഈ രഥയാത്ര മാത്രമല്ല. ഞാൻ ഈ തുടക്കത്തിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, 2014 തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് UP യിൽ നിന്ന് അത്തരത്തിൽ കൂട്ടത്തോടെ കിട്ടുന്നതിന് ഒരൊറ്റ സാമുദായിക കലാപം മാത്രം മതിയായിരുന്നു. ഇപ്പം എന്താണ്? തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു തർക്കമില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പാണ്. ഇതുപോലൊരു എക്സർസൈസ് ലോകത്തൊരിടത്തുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ നിലനിൽക്കണം എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം മാത്രമല്ല, വല്ലാതെ കത്തുന്നതായിട്ടുള്ള ഒരു ഭീതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഐദർ സ്വലോയിങ് ഓർ പോച്ചിങ് അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിക്കുക, അവരെ വിഴുങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, എല്ലാവിധത്തിലും ഭരണകൂടത്തിൻ്റെ കരങ്ങളെ ഉപയോഗിച്ച് വേട്ടയാടുക, ഇതെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കും. അതിന് ഗവർണർ പദവിയും രാജ്ഭവനെ എല്ലാം ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? BJP പറഞ്ഞത് രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ഈ നടത്തിയ പ്രാണപ്രതിഷ്ഠ മറ്റേ, എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനാ പദവി വഹിക്കുന്നവർ പോയി പുരോഹിതൻ്റെ വേഷം കെട്ടുകയും നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം എന്നുള്ളത് അത് ഭൂതകാലത്തിലേക്കും ഇരുണ്ട കാലത്തിലേക്കും എല്ലാം പോകുന്നത് പോലുള്ള പ്രതീതി ഉളവാക്കുന്ന നിലയിലേക്കും അവിടെ പുരോഹിതന്മാർ വരുന്നതും മറ്റേതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അവർക്കെല്ലാം വരാൻ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെ. പക്ഷേ ജനങ്ങളുടേതായ ആരാധനാലയമാണ്, ജനങ്ങളുടേതായിട്ടുള്ള ഇരിപ്പിടമാണ്, ജനാഭിലാഷങ്ങളുടേതായിട്ടുള്ള ഒരു മന്ദിരമാണ്. അവിടെ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു? അത് ജമ്മു കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 അനുസരിച്ചുള്ള പ്രത്യേക പദവി റദ്ദാക്കുമെന്നുള്ളതാണ്. അതും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത എന്താണ്? അത് യൂണിഫോം സിവിൽ കോഡാണ് അല്ലേ? അത് ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചാണ് എങ്കിൽ ആ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട വിവിധ സമുദായങ്ങളിലുള്ളവർക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അത്തരമൊരു കാര്യത്തിൽ ഇനി ഈ തർക്കം ഇങ്ങനെ നിർത്താൻ നമ്മൾ ഈ സ്കിസോഫ്രേനിയ എന്ന് പറയും. എപ്പോഴും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശത്രുവിനെ ഇങ്ങനെ ഊണിലും ഉറക്കത്തിലുമെല്ലാം വേണം എങ്കിൽ അത് ഇയാളാണ് ശത്രു, ആ സമുദായക്കാരനാണ് ശത്രു, അവരാണ് ശത്രു, നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ സഹോദരൻ നിൻ്റെ ശത്രുവാണ് എന്നുള്ള നിലയിലേക്ക് വരുത്തും. ഇത് പൊളിറ്റിക്കൽ സ്കിസോഫ്രേനിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ ബാധിച്ചിട്ടുള്ളത്. അവരെ നിയന്ത്രിക്കുന്നത് RSS ആണ്. RSS ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അവർ സമ്മതിക്കാറില്ല, അവർ പറയാറില്ല. പക്ഷേ BJP നേതാക്കളടക്കം പറയുമ്പോൾ അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്നത് ആ യജമാന ഭക്തിയാണ്. പൊളിറ്റിക്കൽ പാർട്ടി, ആ പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊരു കൂട്ടർ, അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ്. പല രാഷ്ട്രങ്ങളുടെയും ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ വലുതാണ് അവരുടെ ബഡ്ജറ്റ്. അവരാണ് മുമ്പൊക്കെ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നാണ് നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ സെൻട്രൽ സ്റ്റേജിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതൊക്കെ തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഇതൊന്നും ഈ ഭൂഷണമായ ഒരു കാര്യമൊന്നുമല്ല. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ദുരുപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കോടതിയുമായി ബന്ധപ്പെട്ടത് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി പറയട്ടെ. ഒരാഴ്ചക്കുള്ളിൽ പൂജ എല്ലാം നടത്തിക്കൊള്ളുക, റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഉത്തരവിടുക, അപ്പീൽ കൊടുക്കാൻ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ചാൽ നിഷാദേ? ഒരു സിവിൽ കേസിൽ അപ്പീൽ കൊടുക്കുന്നതിനൊരു പീരീഡുണ്ട് ഇല്ലേ? സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് 30 ദിവസത്തെ ഒരു കാലാവധിയുണ്ട്. അപ്പീൽ കൊടുക്കാൻ 30 ദിവസത്തെ കാലാവധി ഉള്ളപ്പോൾ 7 ദിവസത്തിനകം ഇത്തരം കാര്യങ്ങൾ നടത്താനും ആ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉത്തരവും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജുഡീഷ്യൽ ഓഫീസർ ആരുടെ പാവയായി പ്രവർത്തിച്ചു എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? അച്ഛൻ പത്തായത്തിലും ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്.
യെസ് അല്ല ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോൾ ഇവിടെ BJPക്ക് ഇതിനകത്തൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തുമാത്രം ഡൈജസ്റ്റിംഗ് ആയിരിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ആളുകൾക്ക് ദഹിക്കുന്ന സംഗതിയാണോ ഇല്ലയോ എന്നത്. കാരണം ഈ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്നായിരുന്നു ബാബരി മസ്ജിദ് ഡിമോളിഷൻ ആൻഡ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അത് സംഭവിച്ചു കഴിഞ്ഞ് നോക്കൂ, ഇന്ത്യൻ മതേതര ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളൊന്നാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ച. അതിനുശേഷം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കുന്നത് നിങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയാവുന്ന ഒന്നാണ് ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ഈ പള്ളി തകർക്കൽ. കാരണം കോടതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതിൽ വലിയ മഹിമ പറയുന്ന, അതിൽ പങ്കെടുത്ത കർഷകരെ അഭിവാദ്യം ചെയ്യുന്ന, അവരെ ആദരിക്കുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നൊരു ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞാൽ അതിലെന്തൊരു വൈരുദ്ധ്യമുണ്ട്? അല്ല, അതിനകത്ത് രാമക്ഷേത്രവുമായി ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. അത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു പ്രക്രിയ എന്ന രീതിയിൽ രാമക്ഷേത്രം ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമാണ്, അത് നിർമ്മിക്കുമെന്ന് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണല്ലോ. ഞാൻ ചോദിക്കുന്നത് രാമക്ഷേത്രത്തെ കുറിച്ചല്ല, പള്ളി പൊളിച്ചതിനെ കുറിച്ച് എന്താണ് BJP ടേക്ക് എന്താണ്? അല്ല സാർ, അധിനിവേശം അതിന് മുമ്പ് അവിടെ അമ്പലം ഉണ്ടായിരുന്നല്ലോ സാർ. നമ്മളതൊക്കെ അടഞ്ഞൊരു ചാപ്റ്റർ വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അല്ല, അമ്പലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അധിനിവേശമാണെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ആ സ്ട്രക്ചറിൽ തൊടാൻ പാടില്ല എന്ന് പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവ് നിലനിൽക്കെ ഒരു കൂട്ടം ആളുകൾ വന്നത് പൊളിക്കുക എന്നത് എന്ത് ന്യായമാണെന്നാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? അല്ല, അത് ന്യായമല്ല സാർ. ചരിത്രത്തിൽ എപ്പോഴും അധിനിവേശ സ്തംഭങ്ങൾ തകർക്കപ്പെടുന്നത് ഒരു ജനാധിപത്യ നീതിയായിട്ടാണ് കണക്കാക്കേണ്ടത്. അതൊരു സാംസ്കാരിക സാംസ്കാരിക പൈതൃകത്തിന്റെ തിരിച്ചുവരവൊക്കെ കണ്ടാൽ മതി. അല്ല, ഞാൻ പറയട്ടെ, അതിനനുസൃതമായി പിന്നീട് കോടതി അതിന്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾ അധിനിവേശം ഒന്ന് മാർക്ക് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് പൊളിക്കാം. അതിന് ഇവിടുത്തെ സെക്യുലർ സ്ട്രക്ചറിനെ, ജനാധിപത്യ ക്രമത്തെ, കോടതികളെ ഒന്നും നിങ്ങൾക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അധിനിവേശത്തിന് മേലുള്ള ദേശീയതയുടെ തേരോട്ടമെന്നോ മറ്റോ ഉള്ള ഒരു വാചകം പറഞ്ഞ് തീർത്താൽ മതി. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അല്ല, അങ്ങനെ വാചകത്തിനപ്പുറത്ത് അതിനകത്തൊരു സത്യം ഉണ്ടല്ലോ സാർ. ഒരു സാംസ്കാരിക തനിമയുടെ തിരിച്ചുവരവ് ഉണ്ടല്ലോ സാർ. ആ സാംസ്കാരിക തനിമ നിങ്ങൾ പറയുന്നല്ലേ? ഈ രാജ്യത്ത് 140 കോടി ആളുകളുടെ അഭിമാനത്തിന്റെ പ്രതീകമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? 140 കോടി ആൾക്കാരും നിങ്ങൾ പറയുന്നതിന്റെ കൂടെയാണോ? ഈ അവിടെ പള്ളി പൊളിച്ച് പണിയുന്ന ക്ഷേത്രം ഞങ്ങളുടെ രാമന്റേതല്ല എന്ന് എഴുതിയ എത്ര ഹിന്ദുക്കൾ ഈ രാജ്യത്തുണ്ട്? അവർ ഈ 140 കോടി പെടുന്നവരല്ലേ? നിങ്ങൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് എത്ര ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട്? അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ 140 കോടി വിട്ടേക്ക്, ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെ തന്നെ വികാരമാണത് എന്നൊക്കെ പറയല്ലേ? അതിന് യാതൊരു ഡേറ്റ ഇല്ലാത്ത സംഗതിയാണ്. അല്ല, ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും BJPക്കാരനായാലും RSSകാരനായാലും കോൺഗ്രസ്സുകാരനായിരുന്നാലും രാമൻ എന്ന് പറയുന്നത് ഒരു ആത്മതത്വമാണ് സാർ. അപ്പൊ ആ ആത്മതത്വത്തെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർ വിശ്വാസമൊക്കെയാണ്. അയോധ്യയിൽ തന്നെ രാമക്ഷേത്രം വേറെയുമില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഈ മസ്ജിദിന്റെ നടുക്കത്തെ താഴികക്കുടത്തിന്റെ തൊട്ടു താഴെയാണ് രാമൻ ജനിച്ചു വീണത് എന്നത് ഹിന്ദുത്വർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിന് ഒപ്പിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ഹിന്ദുക്കൾ ഈ നാട്ടിൽ വേറെ നടന്ന മണ്ണ് എന്നാണ് സാർ. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രശ്നം. അല്ല, ക്ഷേത്രത്തിനൊരു വിഷയമായിട്ട് കാണില്ല സാർ. രാമൻ ജനിച്ച മണ്ണ്, രാമന്റെ പാതാരവിന്ദകൾ പടർന്ന മണ്ണ്, ജനിച്ച മണ്ണ് എന്ന അർത്ഥത്തിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. പിന്നെ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് അനാവശ്യമായിട്ട് അതിൻ്റെ സമയം കളയേണ്ടതില്ല സാർ. ഞാൻ പറയുന്നത് ഇപ്പോൾ സമ്പത്തും വാഹിദുമൊക്കെ ഇവിടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാഹുകളും ഇവിടെ വലിയ മതേതര വക്താക്കളും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ വളരെ രസകരമായി തോന്നി. ഇപ്പോൾ ഞാനും അപ്പുറത്തുള്ള രാഹുൽ ഈശ്വറും ഒക്കെ ഞാൻ RSSകാരനും മറ്റൊരു സംഖ്യ അദ്ദേഹത്തെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വല്ല പുറത്തുള്ള ഏതോ രാജ്യത്തു നിന്നൊക്കെ വന്ന് ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാൻ വന്ന ആളുകളെ പോലെ നിൽക്കുന്നത് പോലെയാണ് വാഹിദിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞു. സത്യത്തിൽ ഇവരുടെ ഈ മാനസികാവസ്ഥ ഒരു വലിയൊരു പ്രശ്നമാണ്. ഒന്ന് സമ്പത്തിന്റെ മാനസികാവസ്ഥ. സമ്പത്ത് ചിന്തിക്കുന്നത് ഈ രീതിയിൽ വൈകാരികമായി മുസ്ലിം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിച്ച് അതിന്റെ പങ്ക് പറ്റാൻ സമ്പത്തിന്റെ പാർട്ടിയും സമ്പത്തും ശ്രമിക്കുന്നു. വാഹിദിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അജണ്ട മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്ക് ഇസ്ലാമിക സമൂഹത്തിൽ കൃത്യമായിട്ട് ഇപ്പോഴും വേരോട്ടമില്ലാത്ത ഒരു സംഘടനയാണ് SOAയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ. അപ്പൊ ഈ ഒരു വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിക്കൊഴിഞ്ഞ് ഒരു 10% മുസ്ലിം സമുദായത്തെ ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒരു അരക്ഷിതാവസ്ഥ ഇവിടുത്തെ രാജ്യത്തെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും പറഞ്ഞ വാചാട്ടോപങ്ങളായിട്ട് എനിക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ RSS ഈ രാജ്യത്തിലെ ഏത് മുസ്ലിങ്ങളെ കൊല്ലാനാണ് ഇറങ്ങിയിട്ടുള്ളത്?
ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ വാഹിദ് അല്ല അടിസ്ഥാനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. RSS ഈ രാജ്യത്തിൽ ഏത് മുസ്ലിങ്ങളെ കൊല്ലാനാണ് ഇറങ്ങിയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞല്ലോ ഏതൊരു പള്ളി തകർത്ത്. ഏത് പള്ളിയാണ് RSS തകർത്തിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ പ്രിന്റു മഹാദേവ് RSS മെമ്പർഷിപ്പ് ഇല്ലാത്ത സംഘടനയാണ്. ഇപ്പൊ നോക്കൂ, പ്രിന്റു RSS കാരനാണെന്ന് വിചാരിക്കുക. പ്രിന്റു ഒരു ക്രൈം ചെയ്താൽ ഞങ്ങളിൽപ്പെട്ട ആളല്ലെന്ന് RSS പ്രഖ്യാപിക്കാം. ആർക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അതിന് മെമ്പർഷിപ്പ് ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഏത് RSS കാരനാണെന്ന് ചോദിച്ചാൽ കോമഡി ആയിരിക്കും. മനസ്സിലാക്കുക. നൗഷാദ് റാവത്ത് സാർ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ RSSനൊക്കെ കുറ്റം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ RSSന്റെ ശാഖ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് RSSനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം RSSന്റെ ശാഖയിൽ വന്ന് ഞങ്ങൾ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നൗഷാദ് സാർ, ഞാൻ നിങ്ങൾ RSSന്റെ ശാഖയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അവിടെ വന്ന് കണ്ടിട്ട് RSS ശാഖ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലാനായിട്ട് ആയുധമെടുത്ത് വരുന്നവരാണെന്ന്. സാർ, നിങ്ങൾ ഈ അടിസ്ഥാനരഹിതമായിട്ട് യൂഹാപോഹങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഈ പ്രചരണായുധങ്ങളിൽ നിൽക്കാതെ RSS എന്ന് പറഞ്ഞ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുത്തെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ രാജ്യം അനുഭവിക്കുന്ന ഒരു സംഗതിയെ ഞാൻ ഈ ശാഖയിൽ വന്ന് പഠിക്കണോ പ്രിന്റു? ആളുകൾക്ക് അറിയാം RSS എന്താണെന്ന്. 100 വർഷം കൊണ്ട് അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സംസാരത്തിലും ഈ സമ്പത്തിന്റെ സംസാരത്തിലും ഞങ്ങൾ എന്താ അങ്ങനെ പറയില്ല സാർ. നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആളുകൾക്കിടയിൽ ഈ വിഷലിപ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കല്ലേ. കാരണം നിങ്ങൾ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഏത് സമയത്തും ഈ RSS മുസ്ലിങ്ങളെ കൊല്ലാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അതൊന്നുമില്ല സാർ. ഞങ്ങളുടേതായിട്ട് 100-ാം വർഷത്തിലേക്ക് പോവുകയാണ്. 2020 വരുന്ന സമയത്ത് ഞങ്ങൾ പൂർത്തീകരിച്ച് 100 വർഷം കൊണ്ട് ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. RSS ഈ ഡിവിസീവ് പൊളിറ്റിക്സ് അല്ലാതെ വേറെ എന്താണ് മനസ്സിലാവുന്നത്? എന്താണ് എനിക്ക് സേവനവാരം, കുടിവെള്ള വിതരണം, എന്താണ് RSSന്റെ പരിപാടി? എന്താണ്? ഉണ്ടല്ലോ സാർ, നോക്കൂ സാർ, 65,000 വിദ്യാലയങ്ങൾ ആദിവാസി വനവാസി മേഖലയിൽ നടത്തുന്ന പ്രസ്ഥാനമാണ് RSS. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സേവാഭാരതി അത് RSSന്റെ സംഘടനയാണ് സാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആദിവാസി വനവാസി വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന വനവാസി കല്യാൺ യോജന RSSൻ്റെതാണ് സാർ. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഏകൽ വിദ്യാലയങ്ങൾ RSSൻ്റെതാണ് സാർ. അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വാളെടുത്തിട്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാനുള്ള ഒരു സായുധ സംഘടനയാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘടനയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. RSSകാർ രാജ്യത്തെമ്പാടും പ്രകടനം നടത്തുമ്പോൾ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നത്? RSSകാർ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ പള്ളികളുടെ മുമ്പിൽ പോയിട്ട് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത്, ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നത് എന്തിനാണ്? അവർ RSSകാരായിരിക്കില്ലല്ലോ അല്ലേ? മെമ്പർഷിപ്പ് ഏത് RSSന്റെ ഞാൻ പറയട്ടെ, ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഞാൻ നൗഷാദ് സാറെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും പ്രദേശത്ത് RSSകാർ, ഞാൻ RSSകാർ എന്തെങ്കിലും ചെയ്തോ എന്ന് കോടതിയിൽ തെളിയിക്കാൻ ആർക്കും പറ്റില്ല. ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് എനിക്ക് തർക്കമില്ല, ഞാൻ പിൻവാങ്ങുന്നു. RSS ആണോ എന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSSകാർ ചെയ്തു എന്ന പേരിൽ FIR ഉള്ള എന്തുമാത്രം കേസുണ്ട് കേരളത്തിൽ തന്നെ. RSSകാർ നടത്തിയ കൊലപാതകത്തിൽ RSSകാരായ ആളുകൾ തെറ്റിദ്ധാരണ ഞാനൊരു കാര്യം പറയാം നൗഷാദ് സാർ. ഇവിടെ ഒരു തെറ്റിദ്ധാരണ പറയാം. ഇപ്പോൾ നേരത്തെ രാഹുൽ ഈശ്വർ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ RSSകാരനല്ല എന്ന്, അല്ലേ? എന്നാൽ വാഹിദ് പറഞ്ഞു RSSകാരനാണെന്ന്. ഈ രാഹുൽ ഈശ്വർ നടത്തുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തം RSSന് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇപ്പം അദ്ദേഹം നേരത്തെ ബ്രാഹ്മണ സമുദായത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ആ വിയോജിപ്പ് ഞാൻ പറയുമ്പോൾ അത് അദ്ദേഹം പറയുന്ന RSSന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഇപ്പൊ RSS എന്ന് പറയാൻ RSSന്റെ ശാഖയിൽ പോയി RSSകാരനായി ജീവിച്ച് RSSന്റെ പ്രത്യയശാസ്ത്രമായി ഇണങ്ങിച്ചേരുന്ന RSS എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വർ അദ്ദേഹം തന്നെ പറഞ്ഞു RSS അല്ലാന്ന്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നിങ്ങൾ സാംസ്കാരിക സംഘടന അതിനെ തീവ്ര സംഘമെന്ന് വിളിക്കരുതേ എന്ന് പറയണം അദ്ദേഹം. അല്ല, രാഹുൽ ഈശ്വർ ഈ പറയുന്ന പോലെ അന്തസാര ശൂന്യത കൊണ്ട് പ്രയാസപ്പെട്ടു പോയ സമുദായ അംഗങ്ങൾ പള്ളികളെല്ലാം പിടിച്ചടക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെങ്കിൽ ആർക്ക് കഴിയും അതിനെ തടുക്കാൻ? അങ്ങ് ശ്രദ്ധിക്കൂ, അവിടെയാണ് അങ്ങ് പ്രോബ്ലം മിസ്ഐഡന്റിഫൈ ചെയ്യുകയാണ്. സമ്പത്ത് സാറിന് മിസ്ഐഡന്റിഫൈ ചെയ്യാണ്. സമ്പത്ത് സാർ അങ്ങയുടെ ഗുരുവായ ശ്രീ EMS യൂണിഫോം സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്തപ്പോ ഞാൻ ആരാധ്യനായി കാണുന്ന ശ്രീ ഗുരുജി ഗോൾവൽക്കർ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്.
മുസ്ലിങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്നും യൂണിഫോം സിവിൽ കോഡിലെ യൂണിഫോമിറ്റി ഇന്ത്യ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങളും തമ്മിൽ എന്താ മാത്രമായിട്ട് എന്താ ബന്ധം? യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങളും മാത്രം തമ്മിൽ എന്താ ബന്ധം? അതിനകത്ത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഗോൾവൽക്കർ സ്വപ്നം കണ്ട ഹിന്ദു ഏകത എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ അടിയളകിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടാന്ന്. ഗോൾവൽക്കർ സ്വപ്നം കണ്ട ഹിന്ദു ഏകത എന്ന് പറയുന്ന രാഷ്ട്രീയ പദ്ധതിയുടെ അടിവാരം ഇളകിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് വലിയ വർത്തമാനം പറയുന്നത് സുരേഷ് ഗോപിക്ക് വരും. അതെങ്ങനെ നടപ്പിലാക്കും ചോദിക്കുമ്പോൾ ഉത്തരവില്ലാത്തത്. അല്ല, ഒരു മിനിറ്റ് നിഷാദ് ചെലവാക്കിയാൽ ഗുരുജിയുടെ നേരിട്ടുള്ള വാക്കുകൾ കേൾക്കും. അതിൽ ഗുരുജി ഗോൾവൽക്കർ നേരിട്ട് സാക്ഷാൽ RSS സർസംഘാലക് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള കുറെ ആൾക്കാർക്ക് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ യൂണിഫോം സിവിൽ കോഡ് നടത്തണമെന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഇന്ത്യക്ക് യൂണിഫോർമിറ്റി അല്ല വേണ്ടത്, യൂണിറ്റിയാണ് വേണ്ടത്. ഇന്ത്യക്ക് ഐക്യമാണ് വേണ്ടത്, ഏകതയല്ല വേണ്ടത്. ഇന്ത്യക്ക് ഈ ഏകത അടിച്ചേൽപ്പിച്ചാൽ ഇത് രാഷ്ട്രത്തിന്റെ നാശത്തിന്റെ കാരണമാകുമെന്ന് പറഞ്ഞ ഏക വ്യക്തി ഗുരുജി ഗോൾവൽക്കർ മാത്രമാണ്. അവിടെയാണ് നിങ്ങൾ RSS എന്നൊരു പേര് വെച്ച് ഈ ബ്രാഹ്മണ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലുള്ള ആത്മീയ ശൂന്യത. ഗോഡ്സെ യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദിയാണ്. ഇന്ന് ആ വാക്ക് ഒരുപക്ഷെ വാഹിദോ അല്ലെങ്കിൽ ശ്രീ സമ്പത്തോ പോലും പറയില്ല. ഞാൻ ബ്രാഹ്മണനായോണ്ട് എനിക്ക് പറയാം. ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദം ഇന്ത്യയുടെ ആത്മാവിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ്. അത് 7 വയസ്സുള്ള ആസിഫ ബാനുവിനെ റേപ്പ് ചെയ്യുന്നതിനായി 12 പേര് ചേർന്ന് ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്യുന്നതിനായി വ്യത്യസ്ത രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഹിന്ദു ബ്രാഹ്മണ സവർണ സമുദായങ്ങളുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ്. ഇതിന് ഗാന്ധിയാണ് സൊല്യൂഷൻ, മഹാത്മാഗാന്ധിയാണ് സൊല്യൂഷൻ. ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവസാനിപ്പിക്കാൻ വാഹിദിന്റെ ഫൈനൽ ടേക്ക് എന്താണ്? അല്ല, ഇതിൽ പ്രിന്റു മഹാദേവ് രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് കേട്ടത് RSS ഇന്ത്യയിൽ ഏതോ ഒരു ശിശുക്കളുടെ സംഘടനയാണ്. ഞങ്ങൾക്ക് ശാഖയിലൊന്നും വന്ന് നിങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് മാത്രമല്ല, ഹിന്ദുത്വ വംശീയതയെക്കുറിച്ച് അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ക്രിസ്റ്റഫർ ജാഫറിലോട്ടാകട്ടെ അതൊന്നും വേണ്ട, ആ പുസ്തകങ്ങളൊന്നും വേണ്ട. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ദളിത് പിന്നാക്ക മനുഷ്യരുടെയും അനുഭവങ്ങളെ ഇങ്ങനെ കൊഞ്ഞനം കുത്താമെന്ന് പ്രിന്റു മഹാദേവും രാഹുൽ ഈശ്വറും ഒന്നും വിചാരിക്കേണ്ട. RSS ലക്ഷണമൊത്തൊരു വംശീയവാദ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലുടനീളം വംശീയാക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതുകൾക്കെതിരെയും നടത്തിയിട്ടുള്ള വംശീയാക്രമണ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പണി ഇനിയെങ്കിലും നിർത്താറായില്ലേ? നിങ്ങൾ പറയുന്നത് പോലെ RSSന്റെ ആളുകൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണെന്ന് വിശ്വസിക്കുന്നു തോന്നുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ച ജയ്സായ് ദീപക്, അയാൾ വലിയ അക്കാദമിക പണ്ഡിതനൊന്നുമല്ല. അയാൾ ഹിന്ദുത്വ വംശീയതയ്ക്ക് ഇന്ത്യയിൽ ന്യായം ചമക്കുന്ന ഒരു ലക്ഷണമൊത്തിട്ടുള്ള വംശീയതയാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ചരിത്രവും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട സമ്പത്ത് അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ അതിൽ ഇനിയും അത്തരം കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സമ്പത്ത് പറഞ്ഞത് ഇന്ത്യയിൽ യഥാർത്ഥ പ്രശ്നം പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണെന്നും അതിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ളതുമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെക്കുലർ ചേരിയുടെ വലിയൊരു ദൗർബല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ത്യയിലെ മുസ്ലിം ഇഷ്യൂസിനെ എപ്പോഴും അതായിട്ടൊരു നിലനിൽപ്പില്ലാത്ത, അത് വഴിതിരിച്ചു വിടുന്ന ഒരു റെട്ടോറിക്കലായിട്ടുള്ള മാത്രം വിഷയമായിട്ട് കാണുകയും ഇത്രയും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, മുസ്ലിങ്ങൾ വീട് തകർക്കപ്പെടുമ്പോൾ, മസ്ജിദുകൾ തകർക്കപ്പെടുമ്പോൾ, പൗരത്വം തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം പൗരനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസണായി ഡീഗ്രേഡ് ചെയ്യാനുള്ള RSSന്റെ ശ്രമങ്ങൾ നിർബാധം തുടരുകയും ഇന്ത്യയിൽ എല്ലാവിധത്തിലുള്ള ജുഡീഷ്യറി അടക്കമുള്ള സംവിധാനങ്ങൾ അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അസ്തിത്വ പ്രശ്നത്തെ പ്രൈം കൺസേൺ ആയിട്ട് എടുക്കാതെ ഇന്ത്യയിലെ മതേതര ചേരിക്ക് ഒരിക്കലും ഹിന്ദുത്വ വംശീയതയെ എതിർത്തിടാൻ കഴിയില്ല. ഗൗരവത്തിൽ പ്രത്യേകമായി എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ശ്രീ വാഹിദ് ചൂണ്ടിക്കാണിക്കുകയാണ്. ശരി, താങ്ക് യു ശ്രീ വാഹിദ്. സമ്പത്ത്, ഒപ്പം തന്നെ പ്രിന്റു മഹാദേവ്, രാഹുൽ ഈശ്വർ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.